ഈ ഭഗവാനൊരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോലെ വേദന വന്നാൽ നമുക്ക് വേദന മാറും, ഭഗവാന് മാറില്ല. പ്രത്യേകിച്ച് മനസ്സിന് വന്നാൽ ഭഗവാൻ ഒട്ടും മാറില്ല. കാരണം ഈശ്വരനൊരു വലിയ പരാജയമുണ്ട്. പല പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, ഈശ്വരൻ ഒന്നും മറക്കാനറിയില്ല, മനുഷ്യന് മറക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദുഃഖങ്ങൾ പോവും, വേദന പോവും, ശരീരത്തിൽ ഉണങ്ങും. സെല്ലുകൾക്ക് തന്നെ ഒരു മെമ്മറിയാണ് മുറിഞ്ഞു എന്നുള്ളത്. ആ മറവി വരണോണ്ടാണ് അത് ഉണങ്ങണത്. ഭഗവാന്റെ സെല്ലിന് അതുമില്ല. അതുകൊണ്ടൊരു മുറിവ് വന്നാൽ അതിരിക്കും. അതുകൊണ്ട് എന്താ, ഗാന്ധീവം കൊണ്ട് തലയ്ക്കൊന്ന് കിഴുക്ക് വെച്ച് കൊടുത്തത് മഹാദേവൻ്റെ ജഡം ഒന്ന് പൊക്കി നോക്കി എപ്പോഴും കാണാം. അർജുനൻ പൊട്ടിച്ചാണൊന്ന്. നാരായണൻ്റെ നെഞ്ചിൽ നമ്മൾ ശ്രീവത്സം ശ്രീവത്സം എന്ന് പറഞ്ഞിട്ട് ഇത്രയധികം ആരാധിക്കുന്നത് എന്താ, ഭൃഗു ചവിട്ടിയതാ, അതവിടെ കിടപ്പുണ്ട്, അതൊന്നും പോകുന്നില്ല. കോപം വന്നു, നരസിംഹമായി. ഇന്നും നരസിംഹമുണ്ട്, ആ കോപം പോയിട്ടില്ല, പ്രപഞ്ചത്തിൽ ഇന്നും നിൽക്കുന്നു. ഭഗവാൻ പറയണത്, നമ്മൾ നരസിംഹമേ എന്ന് വിളിക്കുമ്പോൾ അതൊക്കെ അന്നല്ലേ, എനിക്ക് അന്ന് ഭയങ്കര ദേഷ്യം വന്നതാണ്, ഇപ്പം ഞാൻ പാവം പഴയ പോലെ തന്നെ ശാന്തൻ പുരുഷോത്തമനാണ്, അതുകൊണ്ട് നരസിംഹം ഒന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കണില്ലല്ലോ. നരസിംഹം എന്ന് വിളിച്ചാൽ നരസിംഹം വരുന്നുണ്ട് അവിടെ. അത് കാരണം ആ മെമ്മറി അവിടെ ഉണ്ട്. ആ മെമ്മറി അവിടെ ഉള്ളത് കൊണ്ടാണ് അതവിടെ നിൽക്കുന്നത്. അപ്പം ഇവിടെ ഭഗവാൻ ഒരുപക്ഷെ ഒരവതാരത്തിലും ഇങ്ങനെ ശാരീരിക പീഡ അനുഭവിക്കുന്നൊരു ഭഗവാനെ കാണാൻ പറ്റില്ല, സങ്കടം വരും. വെങ്കടേശ്വര സ്വാമിയെ പോലെ ശരീരത്തിന് മുറിവേറ്റ് നമ്മളെപ്പോലെ ശാരീരിക പീഡ അനുഭവിക്കുന്ന ഒരു ദേവനെ കാണാൻ പറ്റില്ല. ഇന്നും അദ്ദേഹം പിന്നീട് വന്നതിന് ശേഷവും തിരുമല നമ്പി വടിയെടുത്തിട്ട് ഒറ്റ ഏറ് വെച്ച് കൊടുത്തിട്ട് താടി പൊട്ടിയ ആളാണ്. എന്നും ആരെങ്കിലും അടിക്കുക, തല്ലുക, മുറിവേൽപ്പിക്കുക, ഇതൊക്കെ ആ പാവത്തിന് ഫലമാണ്. നമ്മൾ കരുതുന്നു അദ്ദേഹം ലോകത്തിലെ ഏറ്റവും കോടീശ്വരൻ, നമ്മുടെ നിന്നൊക്കെ പണം വാങ്ങി നമുക്ക് അതിൻ്റെ സൽഫലങ്ങളൊക്കെ തന്നിട്ട് കടമൊക്കെ തീർക്കണോ, ഇങ്ങനെ രാജാവായിട്ടിരിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെ ശരീരപീഠ വളരെ അധികമാണ്. ഒരു തരത്തിൽ നോക്കി ആർക്ക് വേണ്ടി എടുത്തു, നമുക്ക് വേണ്ടി എടുത്തു. അദ്ദേഹത്തിന് ഭൂമിയിൽ വന്നിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വെങ്കടാചലത്തിൽ കാല് സ്പർശിക്കണം, അവിടെ കയറണം, ആ പ്രദേശത്ത് ചെന്ന് വെറുതെ ഇരുന്നാൽ മതി. സ്വാമിയെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, മോക്ഷം സുനിശ്ചിതമാണ്. കാരണം വൈകുണ്ഠത്തിൽ എത്താൻ ശരീരം കൊണ്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യക്ഷ ഉദാഹരണം വെങ്കടാചല ദർശനമാണെന്നാണ്. അത് പറഞ്ഞതിന് ശേഷം സൂതൻ്റെ അടുത്ത് ഋഷിമാർ ചോദിക്കുക,